നോക്കിക്കോളി. RB മോട്ടോഴ്സ് ഇതല്ല, ഇതിന്റെ അപ്പുറം തീർച്ചയായിട്ടും ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പൊ അത്രയും പൊട്ടിച്ചിട്ട് വണ്ടിയുടെ ഒക്കെ റേറ്റ് നിങ്ങൾ വണ്ടി ചോദിക്കുന്ന റേറ്റ് ഒന്നും നിങ്ങൾ നോക്കരുതാ, വന്ന് കണ്ടോളൂ. വണ്ടി നിങ്ങൾ ഓക്കെ ആകണമെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി തന്നു വിടുകയാണ്. അത്രയും കളക്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇന്നോവകളൊക്കെ 10-40 എണ്ണം, 4 ഡസനൊക്കെ ഇന്നോവ അത് കണ്ടെയ്നർ. അത് ഇവിടെ വെക്കാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ട് വേറെ വീട്ടിൽ വെച്ചിട്ടാവുള്ളത്. ഇന്നോവകൾ മൊത്തം വീട്ടിലോട്ട് ഇത്രയും 10-60 ഇന്നോവകൾ നിൽക്കാനുള്ള സ്ഥലത്ത് ഇന്നോവകൾ മാത്രം കയറ്റി. അത്രയും കളക്ഷനാണ് ഇന്നോവകളൊക്കെ. ഫോർച്യൂണർ ആണെങ്കിൽ 10-15 എണ്ണം, ഈ ക്രിസ്റ്റകളാണെങ്കിൽ 10-20 എണ്ണം. അതിൽ V ഉണ്ട്, Z ഉണ്ട്, G4 ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, എല്ലാ വാഹനങ്ങളും. ഇന്നോവ ആണെങ്കിൽ തന്നെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ റയർ പീസ് വരെ 54,000 കിലോമീറ്റർ ഓടിയ ഇന്നോവകളുണ്ട്. അതെ, അതും 5 ലക്ഷം 2.5 ലക്ഷം മുതലൊക്കെ ഇന്നോവകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും സിംഗിൾ ഓണർ വാഹനമൊക്കെ 2.5 ലക്ഷം രൂപ കൊടുക്കാം. ഇന്നോവ അതും 2000 എല്ലാ വാഹനവും നമുക്ക് ഓഫർ റേറ്റിൽ കൊടുക്കാൻ പറ്റും. വില നിങ്ങൾ നോക്കിയേ വേണ്ട, വണ്ടി നിങ്ങൾ വന്ന് കണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക്, കാരണം ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം മോഡൽ കുറഞ്ഞ വാഹനങ്ങളാണെങ്കിൽ സർവീസ് ഹിസ്റ്ററി ഇല്ലാത്ത വാഹനങ്ങൾ ഉണ്ടാവും. കാരണം 10 വാഹനമൊന്നും പ്രോപ്പർ ആയിട്ട് ചിലപ്പോൾ കമ്പനി പോയി സർവീസ് ചെയ്തിട്ടുണ്ടാവില്ല. മെക്കാനിക്കിനെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് ഒരു 9 ലക്ഷം രൂപയ്ക്ക് ഒരു ക്രിസ്റ്റ, 9,90,000 രൂപ ഓഫർ. അതെ, അതും ഇന്നോവന്റെ പൈസക്ക് ഒരു ക്രിസ്റ്റ. അതെ, ഇതിന് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്താലേ. ഇതൊക്കെ ഈ വില കുറച്ചിടുമ്പോ ആദ്യം കമന്റ് വരിക റീപ്ലേസ് ഉള്ള വണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളുടെ റേറ്റ് വരിക. അങ്ങനെ വരും. ഫ്രണ്ട് ഗ്ലാസ് പോലും ഒറിജിനൽ എന്നുള്ള ഗ്യാരണ്ടി. കമ്പനിയിൽ വണ്ടി കൊണ്ടുപോയിട്ട് മൊത്തം ചെക്കപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ എല്ലാം ചെക്കപ്പ് ചെയ്യാം. വേറെ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ്, അപ്രോണ് കാര്യങ്ങളൊന്നും സംഭവമില്ല. ബോണറ്റ്, ഗ്ലാസ്, ഡോർ ഗ്ലാസ്, സൈഡ് ഗ്ലാസ്, ബാക്ക് ഗ്ലാസ്, ഡിക്കി അതൊന്നും റീപ്ലേസ് ഇല്ല. പമ്പർ നമ്മൾ ടൈപ്പ് 3 ആക്കിയിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ, നിലവിൽ വർക്ക് ചെയ്ത് വെച്ചിട്ടില്ല. വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും. കാരണം ചെയ്തു കൊടുക്കുമ്പോ അതിന്റെ എമൗണ്ട് കൂടുന്നുള്ളൂ. ഇത് പിന്നെ NOC റേറ്റ് G4 ആണ്. സ്റ്റാരിംഗ് കൺട്രോള്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ നോക്കി 8383 ഫാൻസി നമ്പർ. ഇതേപോലുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ക്രിസ്റ്റകളൊക്കെ നമ്മള് വർക്ക് എടുത്ത് വെക്കാത്ത എന്താ വെച്ചാൽ ഈ മഴ കാരണം. ഇന്ന് മഴ വർക്ക് നടക്കുന്നില്ല, കാരണം എല്ലാ വർക്ക്ഷോപ്പിലും പെൻഡിങ്ങുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത് വെക്കാതെ വെച്ചതാണ്. അപ്പൊ 9,90,000 രൂപക്ക് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഈ വാഹനം ഡെലിവറി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വർക്ക് ചെയ്തെടുക്കണമെങ്കിൽ അതിന്റെ എമൗണ്ട് കൂട്ടി തന്നാൽ നിങ്ങൾക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ അതേ രീതിയിൽ നമുക്ക് വർക്ക് എടുത്ത് കൊടുക്കാനും പറ്റും. 2017 മോഡലാണ്, സെക്കൻഡ് ഓണർ ആണ്, 2 lakh കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ക്രിസ്റ്റ G4 ആണ്. സ്റ്റാരിംഗ് കൺട്രോളും ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 80% ടയറും ഉണ്ട്. ഫുൾ കട്ട് ടയറാണ്. ഈ ഒരു റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ്. അപ്പൊ റേറ്റിൽ ബാർഗനിങ് ഉണ്ടാവും. 9,90,000 രൂപക്ക് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. ഒരു 10 രൂപന്റെ ഉള്ളിലുള്ള ടച്ച് ആൻഡ് പോളിഷ് ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു മടുകാട് ചെറിയ നിൽക്കുന്നുണ്ട്. ബോണ്ടിന്റെ ഒരു അങ്ങനെയുള്ള ചെറിയ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കാണണം. അല്ല, അത് അവർക്ക് നോക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാം. അങ്ങനെ അവർ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടീഷനിൽ ചെയ്തു കൊടുക്കാം. ഇപ്പൊ ഈ ഒരു വെയിൽ നോക്കണ്ട, കാരണം 2 ദിവസം മുന്നേ നല്ല മഴ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വർക്കിന് കയറ്റാതെ നല്ല ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും. ക്രിസ്റ്റ ഓഫർ റേറ്റ് എന്നാൽ 9,90,000 രൂപക്ക് വിത്ത് NOC. അതെ, ഓക്കെ. അപ്പൊ ആവശ്യക്കാർ നോക്കിക്കോളി. അടുത്ത വണ്ടി കാണിച്ചോ. Z ഓട്ടോമാറ്റിക് ആണ്. 19 ഓട്ടോമാറ്റിക്. അപ്പൊ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചു വില കൂടും അല്ല? വില കൂടും. സെയിം ഇന്നോവ തന്നെയാണ്. 19 റേസർ, 18 മാനുഫാക്ചർ, സിംഗിൾ ഓണർ, 1.5 ലക്ഷം കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി. നിങ്ങളെ പേരിലോട്ട് NOC എടുത്തരാം. പഞ്ചാബ് രജിസ്ട്രേഷൻ ആകുമ്പോൾ NOCക്ക് ഡിലേ വരും. 1 മാസമല്ല. ആ സാധനം നമ്മളിപ്പോ സാധാരണ ഹരിയാന, MH, UP ഒക്കെ 1 മാസം മിനിമം വരും. 2 മാസം ചിലപ്പോൾ ആവാൻ സാധ്യതയുണ്ട്. അവിടുത്തെ വർക്കിന്റെ ഡിലേ വരുന്ന കാരണമാണ് നമുക്ക് വരുന്നത്. ഇതാകുമ്പോ 3 മാസം NOCക്ക് നിങ്ങൾ സമയം പറയുന്നുണ്ട്. പഞ്ചാബ് വാഹനങ്ങൾ NOC ഇഷ്യൂ ആകാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡിലേ വരുന്നുള്ളൂ. ഡിലേ വരും.
2019 റേസർ സിംഗിൾ ഓണർ 160 ഓട്ടം സെഡ് ഓട്ടോമാറ്റിക് 2.8 2.4 ഉണ്ട് നമ്മളെ കയ്യിൽ 2.8 ആണിത് പവർ കൂടിയ എഞ്ചിന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എല്ലാ വാഹനങ്ങളിലുള്ള ടയർ നോക്കുകയാണെങ്കിൽ 5 പുത്തൻ ടയർ യോകോമിന്റെ പുത്തൻ ടയർ ബട്ടൺ സ്റ്റാർട്ട് 10 എയർ ബാഗ് കാര്യങ്ങളൊന്നും നമ്മളിപ്പോ പറയേണ്ട ആവശ്യമില്ല 15,90,000 രൂപ 15 അവരെ പേരിലോട്ട് NOC എടുത്തു കൊടുക്കുക ലോൺ വേണമെങ്കിൽ ഇതിമ ലോൺ കിട്ടാൻ പ്രയാസമാണ് കാരണം ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിലൊക്കെ നമ്മൾ നമ്പർ ആക്കണം അപ്പൊ മാക്സിമം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് NOC ഇഷ്യൂ ചെയ്ത് കൊടുക്കും എന്നാൽ NOCന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട എല്ലാം നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ ചെയ്തു കൊടുക്കും അതൊക്കെ സെറ്റ് ചെയ്ത് തരും അപ്പൊ ആവശ്യക്കാരെ വിളിച്ചോട്ടെ തീർച്ചയായും ഒറിജിനൽ കേരള വണ്ടി എങ്ങനെയായിരുന്നു ബ്രോ വിദേശികളുടെ അടിയിൽ ഒരു സ്വദേശി നമ്മളെ നാട്ടുകാരന് 2010 പുതിയ പേപ്പർ പുതിയ ടാക്സ് എല്ലാം പുതിയത് 5 കൊല്ലത്തെ പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ടൈപ്പ് 2 കൺവേർഷന് സ്കേർട്ട് ബാക്ക് സ്കേർട്ട് ഉള്ളില് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇതിന്റെ A to Z നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി പാർക്ക് ആൻഡ് സെയിൽ വാഹനം കൂടിയാണ് ഈ ഒരു വാഹനത്തിന്റെ 2 വീല് 4 വീല് വർക്കിംഗ് ഇല്ല 2 വീലേ വർക്കിംഗ് ഉള്ളൂ 4 വീലിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് വർക്കിംഗ് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അവര് കുട്ടികള് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടാണ് അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് എടുത്താൽ മതി കസ്റ്റമർ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഓഫർ റേറ്റ് 8,90,000 രൂപ ഓഫർ കേരള വണ്ടി കേട്ടോ അത് കേരള വണ്ടി ടൈപ്പ് 2 കൺവേർഷന് ഒരുപാട് ഫിറ്റിംഗ്സ് അതായത് ഡയമണ്ടിന്റെ മറ്റേ ഇത് ഡയമണ്ടിന്റെ കമ്പനി സെറ്റ് ടൈപ്പ് 2 അലേവിയിലടക്കം ടൈപ്പ് 2 ആണ് 4 ടയർ ഒരു 99% പുതിയ സീറ്റ് കവർ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് എല്ലാം തികഞ്ഞ വണ്ടി പുതിയ പെയിന്റിങ് പുതിയ ടെസ്റ്റ് പുതിയ പേപ്പർ എല്ലാം കഴിഞ്ഞിട്ട് 8,90,000 രൂപ കേരള വണ്ടി അതും ഒരു ഫോർച്യൂണർ ഇതൊക്കെ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവന്റെ കയ്യിലുള്ളത് കാണിക്കും ഓന്റെ ജോന്റെ മറ്റോന്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് അങ്ങാടിയിൽ ഇരുന്നിട്ട് പറയൂ എടാ ഓന് ഫോർച്യൂണർ എടുത്ത് അപ്പൊ അങ്ങനെ ഞമ്മക്കൊന്നും എടുക്കണ്ടേ എടുക്കണമെങ്കിൽ ഇവിടെ 8,90,000 രൂപക്ക് 6,90,000 നമ്മളെ കയ്യിൽ ഫോർച്യൂണർ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ ഈ ഒരു വിലക്കൊക്കെ മുകളിൽ വെക്കാൻ പറ്റുമോ നോക്കി നിങ്ങള് ഞാൻ ഇത്രയും ഒരു വർക്ക് എടുത്ത വണ്ടികളൊക്കെ നമ്പർ നോക്കിക്കോളി 785 ഇത് ഒറിജിനൽ കേരള വാഹനം ലോണും ചെയ്യാൻ പറ്റും 6 ലക്ഷം വരെ ലോണും ചെയ്യാം 6 ചെയ്യാം ഒരു 2 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റും വണ്ടികൾ ഇറക്കാൻ പറ്റും അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമ്മുടെ കയ്യിൽ ഇത് 2010 ഇതൊക്കെ 10 അതെ ഓഹോ കണ്ടാ പറയില്ല 2010 മോഡല് ഇത് 2 lakh കിലോമീറ്റർ ഓടി 2 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റും ഇല്ല 4 വീലാണ് 4 വീൽ വർക്കിംഗ് 4x4 ഡീസൽ 4x4 90% വണ്ടികൾ 4x4 2010 മോഡല് പുതിയ പേപ്പർ നമ്പർ ആയിട്ടുണ്ട് നമ്പർ ഫിറ്റ് ചെയ്യാനുള്ളൂ തൊന്നിലോട്ട് നമ്പർ ആയിട്ടുണ്ട് P 15 സംതിങ് ആണ് നമ്പർ കിട്ടിയിട്ടുണ്ട് അത് ഇനി ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ 9,60,000 രൂപ കൊടുക്കാം 9.5 ലക്ഷം രൂപ കൊടുക്കാം ഇനി നിങ്ങൾ നേരിട്ട് വന്നോളൂ നിങ്ങൾ പ്രതീക്ഷിച്ചിലേറെ വില കുറച്ച് തരാൻ പറ്റും ഡയറക്റ്റ് വന്നാൽ മതി വിളിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട നേരെ വന്നോളി 1 അല്ല 2 അല്ല 3 അല്ല 15 ഫോർച്യൂണർ ആണ് എന്ന് വന്നാലും തീരൂല അത്രയും വണ്ടികളുണ്ട് ക്രിസ്റ്റി അതേപോലെ തന്നെ 1 അല്ല 10 20 ഉണ്ട് ഇന്നോവ അല്ലെങ്കിൽ ടെൻഷനേ വേണ്ട 20 അല്ല 40 ഇത് എങ്ങനെയായിരുന്നു ഇത് 2011 മോഡല് 11 മോഡല് NOC ഒക്കെ എല്ലാം ക്ലിയർ നമ്പർ ആക്കിയിട്ടുണ്ട് ഈ വണ്ടി കാണിക്കലും കഴിഞ്ഞിട്ടുണ്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നമ്പർ കിട്ടിയാൽ മതി 2011 മോഡല് പുതിയ പേപ്പർ 5 കൊല്ലത്തെ ടാക്സ് 5 കൊല്ലത്തെ ടെസ്റ്റ് 5 കൊല്ലത്തെ പുതിയത് വണ്ടി എന്നാണോ എടുക്കുന്നത് അന്ന് മുതൽ ബാക്ക് സ്കേർട്ട് ഫ്രണ്ട് സ്കേർട്ട് 4 വീല് GR സ്പോർട്ടിന്റെ ഗ്രില്ല് ഹെഡ്ലൈറ്റ് ഡൈലൈറ്റ് ഇന്റീരിയർ ഡാഷ് റൂഫ് കാര്യങ്ങളൊക്കെ വർക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ഒന്നും കസ്റ്റമർക്ക് ചെയ്യാനില്ല അപ്പൊ പിന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഓയിൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യണം അതല്ലാത്ത എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ചെയ്യാനില്ല ഡയമണ്ട് കട്ട് വീലടക്കം ചെയ്തിട്ടില്ല വണ്ടി നമ്പർ ആക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് സെക്കൻഡ് ഓണർഷിപ്പ് അടുത്ത് നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് പറഞ്ഞുതരാം 9,60,000
40,000 രൂപ കൊടുക്കാം. ലോണും കിട്ടും അല്ല. ഇതിലും വലിയ ഓഫർ ബ്ലാക്ക് കിട്ടോ, ഫുൾ ബ്ലാക്ക് കളർ വാഹനം നിങ്ങൾ നോക്കിക്കോളി. RB മോട്ടോഴ്സ് ഇതല്ല, ഇതിന്റെ അപ്പുറം ഉണ്ടല്ലേ, തീർച്ചയായിട്ടും ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. ഇതെവിടെ 2 പീസ് ക്രിസ്റ്റ, നല്ല കിടിക്കാച്ച് കളർ അല്ല, നല്ലൊരു റയർ കളറാണ്. ആദ്യം നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം. എങ്ങനെയായിരുന്നു ഇത്? 17 മോഡൽ 18 രജിസ്റ്റർ. എല്ലാം നമ്പർ ആയിട്ടുണ്ട്. 9272 നല്ല വണ്ടി. 2017 18 രജിസ്റ്റർ ഇപ്പൊ നമ്പർ ആയിട്ടുണ്ട് കേട്ടോ. G4 മാനുവൽ. G4 മാനുവൽ ആണ്. പക്ഷേ ഇസെഡിന്റെ എല്ലാ ഫിറ്റിംഗ്സും ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ടൈപ്പ് 3 കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഓക്കെ. A to Z കമ്പനി സർവീസും ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 12,90,000 രൂപ നെറ്റ് പ്രൈസ് ആണ്. 12,90,000 നെറ്റ് കൊടുക്കാൻ പറ്റും. 12,90,000 കൊടുക്കാം. നമ്പറായ ഒരു വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടല്ലേ. ഇവിടെ ഒരു അടിപൊളി കളർ, ബിസ്ക്കറ്റ് കളർ ഒരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഇതെങ്ങനെയായിരുന്നു? 1,50,000 കിലോമീറ്റർ ഓടി. 2018 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക്. ഓക്കെ. ഈ വാഹനം നമുക്കിപ്പോ നമ്മളെ പേരിലോട്ട് NOC അടിച്ചിട്ടുണ്ട്. 1,46,000 സർവീസ് ലാസ്റ്റ് കഴിഞ്ഞു. നമ്പർ ആവാത്ത വണ്ടിയല്ലേ? നമ്പർ ഇവിടെ NOC കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആയിട്ടുണ്ട്. UP 16 നോയിഡ RT ഓഫീസ് ആണ്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഈ ഒരു വാഹനം നിങ്ങൾ എല്ലാ വണ്ടിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. നല്ല കിടിലം വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. അതും നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ, 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ്, 14 ലക്ഷം ID. നല്ല അതായത് ക്രിസ്റ്റയിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള കളർ 2 ഒന്ന് മുന്തിരി കളറും, ഒന്ന് ഈ കളറും. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഇപ്പൊ ഈ വീഡിയോയിലുണ്ട്. ഈ വാഹനം നമുക്ക് NOCയിൽ 13,50,000 രൂപ കൊടുക്കാം. ഓട്ടോമാറ്റിക് 18 ലാസ്റ്റ് ഓട്ടോമാറ്റിക് 13.5 ലക്ഷം രൂപ കൊടുക്കാം. 13 കൊടുക്കാം. ഓക്കെ. ആവശ്യക്കാർ ഒരു കിടിക്കാച്ചി ക്രിസ്റ്റ, അതും നമ്മൾ നേരത്തെ കാണിച്ച അതേ കളറല്ലേ? ഡിമാൻഡ് ഉള്ള കളർ. ആ കളറിൽ കുറെ പീസ് കാണുന്നുണ്ട് ആ ഭാഗത്ത്. 1 2 3 4 5 6 7 5 ഉണ്ടല്ലേ? 10 ക്രിസ്റ്റൽ നിരനിരക്ക് കിടക്കുന്നുണ്ട് അല്ല? ഈ കളറിൽ തന്നെ 4 ഉണ്ട്. 1 2 3 4 നല്ല രസമുണ്ട് ഈ കളറ്. 2020 മോഡല് കേരള രജിസ്ട്രേഷൻ വണ്ടി. 79,000 ഒറിജിനൽ കേരള. ഇത് പാർക്ക് ആൻഡ് സെയിൽ വാഹനമാണ്. സെക്കൻഡ് ഓണർ. 20 മോഡല് ആർട്ട് ബ്ലൂ വരുന്ന വാഹനമാണ്. റേറ്റ് 18. ഇത് G+. അതായത് മിറർ ഫോൾഡിങ്, സ്റ്റാരിംഗ് കൺട്രോൾ, കമ്പനി സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ 360 ക്യാമറ, ഫ്രണ്ട് ക്യാമും കാര്യങ്ങളൊക്കെ അതിൽ കമ്പനി അവര് ആഡ് ചെയ്തിട്ടുണ്ട്. 79,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. പിന്നെ ഇത് നിങ്ങൾക്ക് വൈറ്റ് കളർ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇക്വലി സ്റ്റോക്ക് കുറവാണ്. വൈറ്റ് 1 2 അല്ല, സാധാ വൈറ്റ്. 2017 ലാസ്റ്റ് സിംഗിൾ ഓണർ. നമ്മൾ പേരിലോട്ട് NOC എടുത്തു. വണ്ടി വെരിഫിക്കേഷൻ കഴിഞ്ഞു. ടൈപ്പ് 3 ആണ്. വേറെ അപാകതകളായിട്ട് ഒന്നും വണ്ടിയിലില്ല. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടിയുടെ റേറ്റ് ഓഫർ ഈ കണ്ടീഷനിൽ നമ്പർ ആക്കി കൊടുക്കാം. നമുക്ക് 12,50,000 രൂപക്ക് നമ്പർ ആക്കി കൊടുക്കാം. 12.5 ലക്ഷം രൂപക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. വണ്ടിമ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും. സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, ഒരു മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. അതും G+ ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ. ഈ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് ഏകദേശം ഒരു 14 കിലോമീറ്ററിന് അടുത്ത് മൈലേജ് ഷുവർ ആയിട്ട് കിട്ടും. ലോങ് പോകുമ്പോ 16ന്റെ ഒക്കെ അടുത്ത് ലോങ് പോകുമ്പോ കിട്ടും. അതൊക്കെ നമ്മള് അന്ന് സിറ്റി ഡ്രൈവിലൊക്കെ പോകുമ്പോ കിട്ടൂല. അത് 14, 12, 13 ഒക്കെ റേറ്റില് കിട്ടും. ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? ഇത് നമുക്ക് 12.5 ലക്ഷം രൂപക്ക് നമ്പർ ആക്കി കൊടുക്കാം. ഇത് 18.5 രൂപ കൊടുക്കാം. ഇത് 18 കൊടുക്കാം. ഗിഫ്റ്റ് കാർ എടുക്കുന്ന പൈസക്ക് ഒരു ഇന്നോവ കാർ അല്ലേ? അതെ. 2012 ആണ് ടൈപ്പ്. കമ്പനി വരുന്ന അതേ മോഡല്. സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. ടൈപ്പ് 2 ആണ് കമ്പനി വരുന്നത്. അല്ല, ടൈപ്പ് 3 ആണിത്. ടൈപ്പ് 3 ആണ്. V ഓപ്ഷൻ ആണ്. 2012 ആണ്. ഇതും നമുക്ക് NOCയിൽ നമുക്ക് 5,90,000 രൂപ കൊടുക്കാം. 5,90 ആണ് റേറ്റ് വന്നിട്ടുള്ളത്. 5,90 ഒന്നല്ല, രണ്ടല്ല, ഒരു 15-20 ഇന്നോവ ഒറ്റ ഇങ്ങനെ ഗ്യാപ്പിൽ ഇവിടെ ഫുള്ള് ഇന്നോവ. ഓഫർ വിലയിൽ ഈ ഒരു വാഹനമൊക്കെ നമുക്ക് കൊടുക്കാം. ഇന്നോവകളൊക്കെ നിങ്ങൾക്ക് റേറ്റ് ഒക്കെ ഓഫർ ആട്ടോ. ഇനിയും ഒരുപാട് വ്യത്യാസത്തിൽ നമുക്ക് വണ്ടികൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ വണ്ടികൾ എന്തായാലും നമ്മുടെ കയ്യിലുണ്ടാവും.
ഓക്കെ. ഇത് ഓപ്ഷൻ വരുന്നത് G4 അല്ലേ? വി ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, സെൻട്രൽ AC കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന വാഹനം. അതും ടൈപ്പ് 4 ആക്കുന്ന ആൾക്കാക്കാം. ആകെ ബമ്പർ മാത്രം മാറി. നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കൂലേ? ഓക്കെ, ആവശ്യക്കാർക്ക് അങ്ങനെ വേണം നോക്കാം. ടൈപ്പ് 4 വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ടൈപ്പ് 3 തന്നെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് അത് കൊടുക്കാം. ഇത് കമ്പനി ടൈപ്പ് 4 വന്ന വണ്ടി. കമ്പനി ടൈപ്പ് 4 വന്ന വണ്ടി 14 മോഡല്, 15 ഡെലിവറി, 15 രജിസ്റ്റർ, വി ഓപ്ഷൻ. ഓക്കെ. 1,13,000 കിലോമീറ്റർ വിത്ത് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. 1,13 ജെനുവിൻ കിലോമീറ്റർ ആണ്. വി ആണ്. 8.5 ലക്ഷം രൂപ കൊടുക്കുക. 8.5 ലക്ഷം രൂപ കൊടുക്കുക. HR05 ആണ്. വി ഓപ്ഷൻ ആണ്. എല്ലാം വരും അതില്. 4 ഡോർ വിൻഡോ, അതുപോലെ തന്നെ ഡുവൽ എയർ ബാഗ്, ABS, സ്റ്റാരിംഗ് കൺട്രോൾ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ലെതർ സീറ്റ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതൊക്കെ വന്ന കണ്ടീഷനില്ല. നമ്മൾ ഒരു വർക്കും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഡൽഹിയിലോ ഹരിയാനയിലോ UP-യിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കാണുന്നത് പോലെ ഈ വാഹനം കണ്ടെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ പോലും നമ്മളൊന്നും ചെയ്തിട്ടില്ല. വരുന്ന കസ്റ്റമർക്ക് ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ സമയം നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. തീർച്ചയായിട്ടും ആവശ്യക്കാരെ വിളിച്ചോട്ടെ. ഇവിടെ വീണ്ടും ഒരു കിതുമത്തിന്റെ ഇന്നോവ. ഇതെങ്ങനെയായിരുന്നു? 15 മോഡല്, 15 ലാസ്റ്റ് വേണ്ടിട്ടോ. 15 മോഡൽ ഉണ്ടല്ലോ. മോഡല് 15 ടൈപ്പ് 4 കമ്പനി വരുന്നത്. ഇത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നമ്മൾ പേരിലോട്ട് NOC എടുത്തിട്ടില്ല. അവര് പേർക്ക് വേണമെങ്കിൽ NOC കൊടുക്കാൻ പറ്റും. ഒരാഴ്ചക്കുള്ളിൽ എടുക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, ഗ്ലാസ് മാറി ക്രാക്ക് ഉണ്ട്, അത് നമ്മൾ മാറി കൊടുക്കും. ഒറിജിനൽ ടയോട്ടന്റെ ഒറിജിനൽ ഗ്ലാസ്, UP 15, UP 53 കറക്റ്റ് ഗ്ലാസ് ആണ്. ഓഫർ റേറ്റ് 790. 15 മോഡല് G4, 1.60 ഓട്ടം, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. അതും ക്രിസ്റ്റന്റെ അലോയ് വീല്, നല്ല ഇന്റർകൂളർ ആണ്. ഇന്റർകൂളർ ആണ്. നല്ല മൈലേജ്. 7,90,000 രൂപക്ക് 15 മോഡല്. മെയിൻ്റെനൻസ് കുറയും, മൈലേജ് കൂടും. ഗ്ലാസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് അവർക്ക് പറയുന്ന രീതിയിൽ ഞാൻ വൃത്തിയാക്കി കൊടുക്കും. തീർച്ചയായിട്ടും ആവശ്യക്കാരെ വിളിച്ചോട്ടെ. സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ബാക്ക് സ്കേർട്ട്, ടൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റ്. 15 മോഡല് വി ഓപ്ഷന് 8.5 ലക്ഷം രൂപ കൊടുക്കുക. 15 മോഡല് വി ഓപ്ഷന് സിൽക്കി ഗോൾഡ് കളറാണ്. നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. അതും ബക്കറ്റ് സീറ്റ്, തൈ സപ്പോർട്ട് 8.5 ലക്ഷം രൂപ. അതും ഫുൾ ഓഫറിൽ. ഇതൊക്കെ മിനിമം ഒരു 1 ലക്ഷത്തിന്റെ താഴെ ഡൗൺ പേയ്മെന്റ് മതി. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇറക്കാം. കുഴപ്പമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെ കയ്യിലെ എക്സ്ചേഞ്ചിൽ വന്നതാ. 2000 ഒരു ക്രിസ്റ്റ വി ഓപ്ഷനായിട്ട് എക്സ്ചേഞ്ച് ചെയ്തെടുത്ത വണ്ടിയാണ്. ധൈര്യപ്പെട്ട് കൊണ്ടുപോകാൻ പറ്റും. KL 10 നമ്പർ ആക്കിയിട്ട് ഒരു 3 കൊല്ലം 4 കൊല്ലം മിനിമം അയക്കണം. പൊട്ടിച്ചു കൊടുക്കാൻ. ഇത് നമ്പറായ വണ്ടികളൊന്നും നമ്മൾ എക്സ്ചേഞ്ചിൽ എടുക്കുന്ന വണ്ടികളായിരിക്കും. അതർ സ്റ്റേറ്റിൽ നിന്നാണ് ഡയറക്റ്റ്. ഇതും നമ്പറായ വണ്ടിയാ. 2007 മോഡല്, 27 ലാസ്റ്റ് വരെ പേപ്പർ. അതും 4 പുത്തൻ ടയർ കസ്റ്റമർ ഇട്ടിട്ടുണ്ട്. അതും വീന്റെ അലോയ് വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് റേറ്റ് ആണ് ഓഫർ 290. 2,90,000 രൂപക്ക്. അത് 4 അപ്പോളോയുടെ പുതിയ ടയർ ഇട്ടിട്ട് ഒരു 2000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. A to Z നിങ്ങൾ ചെക്ക് ചെയ്തോളി. മെക്കാനിക് ഭാഗമൊക്കെ മിയ കണ്ടീഷൻ. അതും KL 54 നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ഓഫർ റേറ്റ് 2,90,000 രൂപ കൊടുക്കാം. വണ്ടി മെക്കാനിക് ഫുൾ ഫിറ്റ്, എല്ലാം ഫിറ്റ്. ഇനി 2.5 ലക്ഷം രൂപന്റെ ഇന്നോവ ഉണ്ട്. അത് വർക്കിന് കയറ്റി ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാണ്ട്. അത് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിൽവർ വണ്ടി, സിൽവർ കളർ തന്നെയാണ്. 2006 മോഡൽ A റേസർ, സിംഗിൾ ഓണർ വണ്ടി. ഇതല്ല കേട്ടോ, CH രജിസ്ട്രേഷൻ ആണ്. ഓഫർ റേറ്റ് 2.5 ലക്ഷം രൂപ NOC കൊടുക്കാം. ആവശ്യക്കാരെ വിളിച്ചോട്ടാ.